ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തേങ്ങ അരച്ച ചൂരമീൻ കറിയാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1/2 കിലോ ചൂരമീൻ നന്നാക്കിയെടുത്തതാണ്. പിന്നെ ചെറിയുള്ളി 12 എണ്ണം എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 6 എണ്ണം, വെളുത്തുള്ളി 3 എണ്ണം, പിന്നെ കറിവേപ്പില 3 തണ്ട്, പിന്നെ ഇഞ്ചി ഒരു 2 കഷ്ണം, കുടപ്പുളി ഒരു 2 കഷ്ണം മീഡിയം സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പച്ചമണമൊക്കെ മാറുന്നവരെ ചൂടാക്കിയെടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് തേങ്ങ അരയ്ക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയിട്ട് അതിൻ്റെ ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് സവാളയൊക്കെ ഉള്ളിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഇതിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് 2 കഷ്ണം കുടപ്പുളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുടപ്പുളി ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി മീൻ കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് ചൂടാറാൻ വയ്ക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്